ഹലോ, ഞങ്ങൾ ബ്രേ മൗണ്ടെയിൻ കയറാൻ പോവാണ്. ഓക്കെ, ബ്രേ ഹെഡ്. ഇത് ആ കാണുന്ന കുരിശാണ് ഞങ്ങളുടെ ലക്ഷ്യം. നോക്കാം അവിടെ എത്തുമെന്ന്. മലയാണ്, തണുപ്പായിരിക്കുമെന്നൊക്കെ പറഞ്ഞാണ് കോട്ടൊക്കെ ഇട്ട് വന്നത്. പക്ഷെ പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. ചൂട് കാരണം അവസാനം കോട്ടൊക്കെ എടുത്ത് അരയെ കെട്ടേണ്ട അവസ്ഥയായി. ബ്രേ ഹെഡിലേക്ക് കുറച്ച് വഴി നമുക്ക് എന്തായാലും നടന്നു പോകണം. അതിനുശേഷം കയറ്റമാണ്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് വേഗം നടന്നു. അവിടെ നിൽക്ക്. പോകുന്ന വഴിയൊക്കെ നല്ല രസമാട്ടോ കാണാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു മരം കണ്ടപ്പോൾ ഞാൻ അതുമേയും വലിഞ്ഞു കയറി. കുറച്ച് റെസ്റ്റ് ആവുമല്ലോ. മരത്തുമ്മ കയറി. ഇതൊക്കെ എന്ത്, ചെറുപ്പം മുതലേ കേട്ട് കേട്ട് മടുത്തതാണ്. ഈ വീഡിയോ മുഴുവൻ നീളം നിങ്ങൾക്ക് അണയ്ക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ തളർന്നില്ല കേട്ടോ. എന്തായാലും അവിടെ എത്തിയിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോയി. വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ചില സ്ഥലത്തൊക്കെ നമുക്ക് ഒരാൾക്ക് പോകാനുള്ള സ്പേസേ ഉണ്ടാവുള്ളൂ. ചുറ്റുമുള്ള ഈ ചെറിയ ചെടികളാണെങ്കിൽ അതുമ്പോൾ ചെറിയ മുള്ളുകളും ഉണ്ട്. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ഞാൻ കൈയൊക്കെ പൊക്കി പിടിച്ചിട്ടാണ് പോയത്, മേല് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വ്യൂ കിട്ടും. പിന്നെ കുറച്ചും കൂടി നല്ല വ്യൂ മുകളിലാന്ന് മാത്രം. ചത്ത് നല്ലൊരു വ്യൂ കിട്ടിയ കാരണം ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാ കൊല്ലം മലയാറ്റൂരോ അല്ലെങ്കിൽ കനകമലയോ കയറാറുള്ളത് കൊണ്ട് ഇപ്പോഴാണ് ഒരു ഗുണം കിട്ടിയത്. പക്ഷേ ഈ വർഷം എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ആ ഒരു വിഷമം ഞാൻ ഇവിടെ തീർത്തു. ഫൈനലി ഞങ്ങൾ അവിടെ എത്തി. ചേച്ചി ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ചേച്ചിക്കും ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണല്ലോ എല്ലായിടത്തും. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു സൈഡ് മൊത്തം വെള്ളം, അതുപോലെ ബീച്ച് സൈഡ് ഫുള്ള് കാണാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മലയും കുന്നും അതുപോലെ തന്നെ സിറ്റിയും അങ്ങനെ എല്ലാമായിട്ട് നമുക്ക് വേറൊരു സൈഡ് കാണാം. ഇത്രയും കഷ്ടപ്പെട്ട് കയറിയതിന് ഇപ്പോഴാണ് ഒരു ഗുണം ഉണ്ടായത്. ഞങ്ങളവിടെ ഒരു 1 അവറോളം അവിടെ സ്പെൻഡ് ചെയ്തു. ചേച്ചിയും ഞാനും കൂടി ഇരുന്ന് കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ കുറച്ച് ഫുഡും സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റിട്ടേൺ താഴത്തേക്ക് പോന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, എങ്ങനെയൊക്കെയോ എത്തി. ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന ഒരു യാത്ര. അപ്പം ഇന്ന് അത്രയൊക്കെ ഉള്ളൂ.